ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രയോജനപ്പെടുന്ന 10 മാനിഫെസ്റ്റേഷൻ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എല്ലാവരും പറയാറുള്ള സാധാരണ മാനിഫെസ്റ്റേഷൻ ടിപ്സ് ഒന്നുമല്ല. ഇവിടെ നമ്മൾ 10 അധികം അറിയപ്പെടാത്ത പക്ഷേ അവിശ്വസനീയമാം വിധം ഫലപ്രദമായ മാനിഫെസ്റ്റേഷൻ ടിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പാണ് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം എന്താണെന്നറിയാവോ? ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒന്നുകൂടി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, നല്ലതായാലും മോശമായാലും, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥകൾക്ക് പോലും നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിൻ്റെ തുടക്കം. എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ല, ഇതാരെയും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയല്ല. മറിച്ച് നമ്മുടെ സ്വന്തം ശക്തിയെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു പിടിക്കുന്ന ഒരു മാന്ത്രിക പ്രക്രിയയാണിത്. നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മളെക്കുറിച്ച് നമുക്കുമുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മളെപ്പോഴും എനിക്ക് പണമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സത്യമായി സ്വീകരിച്ച് പണമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ ഇത് സത്യമാണ്. ഇതെൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ ജീവിതം എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം തേടി മറ്റൊരാളെ കാത്തിരിക്കുകയല്ല, മറിച്ച് നമ്മൾ തന്നെ ആ പരിഹാരമായി മാറുകയാണ്. നമ്മൾ സാധാരണയായി എങ്ങനെയാണ് ജീവിക്കുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം അതിനോട് പ്രതികരിക്കുന്നു, അല്ലേ? എന്നാൽ ഒരു യഥാർത്ഥ മാനിഫെസ്റ്റർ അങ്ങനെ പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. അവർ തീരുമാനങ്ങളിൽ നിന്നാണ് ജീവിക്കുന്നത്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനമെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിമിഷം കളി മാറും. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും, നിങ്ങളുടെ ചിന്തയിലും, നിങ്ങൾ ആകർഷിക്കുന്ന കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് എത്ര പഴകിയ ചിന്താഗതികൾ ഉണ്ടെങ്കിലും അതിനെ മാറ്റി എഴുതാൻ കഴിയുമെന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും. പിന്നീട് എല്ലാം സാധ്യമാകും. ഒരു മാന്ത്രിക ലോകത്ത് എത്തിയ പോലെ. നിങ്ങളിപ്പോൾ ഒരു വിഷമഘട്ടത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നത് എന്ന് നെഗറ്റീവായി ചോദിക്കുന്നതിന് പകരം ചോദ്യം മാറ്റിപ്പിടിക്കുക. എൻ്റെ ഏത് വിശ്വാസമാണ് ഇതിനെ യാഥാർത്ഥ്യമാക്കിയത് എന്ന് ചോദിക്കുക. എന്നിട്ട് ആ വിശ്വാസത്തിൽ മാറ്റം വരുത്തുക. ഇതാണ് ബോധപൂർവമായ സൃഷ്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എല്ലാവർക്കും മനസ്സിലായില്ലേ? പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. ഇനി രണ്ടാമത്തേത്, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. നെഗറ്റീവ് ശബ്ദങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്താക്കുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മനസ്സ് ഒരടിപൊളി റിസീവറാണ്. ഒരു റേഡിയോ പോലെ, അല്ലെങ്കിൽ ഒരു TV പോലെ. നമുക്ക് വേണ്ട സിഗ്നലുകൾ, അതായത് പോസിറ്റീവ് എനർജിയും നല്ല കാര്യങ്ങളും അതിന് പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിൽ നിറയെ അനാവശ്യമായ ശബ്ദങ്ങളാണെങ്കിൽ ശരിയായ സിഗ്നലുകൾ അതിന് പിടിച്ചെടുക്കാൻ കഴിയില്ല, അല്ലേ? അതായത് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയം നിറഞ്ഞ വാർത്തകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അയൽവക്കത്തെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും പരദൂഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായ വഴക്കുകളിൽ മുഴുകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു താഴ്ന്ന ഫ്രീക്വൻസിയിലേക്ക്, അതായത് ഒരു ലോ വൈബ്രേഷനിലേക്ക് ട്യൂൺ ചെയ്യുകയാണ്. നിങ്ങളൊരു നല്ല പാട്ട് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ ഒരുപാട് നോയ്സ് വന്നാൽ നിങ്ങൾക്ക് ആ പാട്ട് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെയാണിത്. ഈ മാനിഫെസ്റ്റേഷന് ഏറ്റവും അത്യാവശ്യം വ്യക്തതയാണ്, അതായത് ക്ലാരിറ്റി. ഒരുപാട് ശബ്ദങ്ങളുള്ള മനസ്സിൽ വ്യക്തതയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനെയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ കാണുന്ന വീഡിയോകൾ, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, ഇവയെല്ലാം നിങ്ങളെ സഹായിക്കുന്നവരാണോ അതോ നിങ്ങളിൽ സംശയം നിറയ്ക്കുന്നവരാണോ?
നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുന്നവരായിട്ടാണോ നിങ്ങൾ കൂട്ടുകൂടുന്നത്, അതോ നിങ്ങളുടെ ഊർജം മുഴുവൻ ചോർത്തിക്കളയുന്നവരായിട്ടാണോ? ചിലപ്പോൾ നിരുപദ്രവകരമെന്ന് തോന്നുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റാം. നിങ്ങളുടെ ശ്രദ്ധയെ, അതായത് നിങ്ങളുടെ ഫോക്കസിനെ ഒരു അമൂല്യനിധി പോലെ സംരക്ഷിക്കുക. കാരണം അത് അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും വിലപ്പെട്ട ഒരു റിസോഴ്സാണ്. നിങ്ങൾ സ്ഥിരമായി എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരും. നിങ്ങളൊരു സന്യാസിയാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ബോധപൂർവമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ശ്രദ്ധയോടെ ഓരോ കാര്യവും ചെയ്യുക. ഒരു ശാന്തമായ മനസ്സ് ഒരു കാന്തം പോലെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കിയാലോ? അപ്പോൾ രണ്ടാമത്തെ ടിപ്പായിരുന്നു നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. അതായത് നെഗറ്റീവ് ശബ്ദങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ മൂന്നാമത്തേതാണ് എല്ലാ നിമിഷവും ഒരു മെഡിറ്റേഷൻ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ധ്യാനിക്കാൻ വേണ്ടി പ്രത്യേക മുറി വേണം, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രത്യേക സമയം വേണമെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ധ്യാന നിമിഷങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ സംഭവിക്കാം. ഈ മെഡിറ്റേഷൻ എന്നതൊരു ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടുക എന്നൊന്നും അല്ല, മറിച്ച് ഈ ലോകത്തിലൂടെ ബോധപൂർവം സഞ്ചരിക്കുക എന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും എത്ര ജോലികൾ ചെയ്യുന്നു. നിങ്ങൾ പാത്രം കഴുകുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഒരു ബസ്സിലോ ട്രെയിനിലോ ക്യൂവിൽ കാത്തു നിൽക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലോർക്കുക. ഓരോ നിമിഷവും ഒരു ചെറിയ ധ്യാനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടുമായി, നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാൻ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കും. നിങ്ങളുടെ മനസ്സ് ഭയത്തിലോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിലേക്കോ പോകാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള അവസ്ഥയിൽ വിശ്രമിക്കാൻ ഇത് സഹായിക്കും. ഇത് നിങ്ങൾക്ക് സ്ഥിരത വളർത്തുന്നു. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരിക്കലും ഒറ്റത്തവണ നടക്കുന്നൊരു സംഭവമല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 20 മിനിറ്റ് കൃത്യമായി ധ്യാനിച്ച് ബാക്കി സമയം മുഴുവൻ വിഷമിച്ചിരിക്കുന്നതിന് പകരം അതിനെ തിരിച്ചിടുക. ദിവസം മുഴുവൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിശബ്ദത കണ്ടെത്തുക. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഊർജത്തിൽ തന്നെ നിലനിൽക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എവിടെയാണോ അവിടെ വെച്ച് അത് നിങ്ങളെ കണ്ടെത്തും. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ശക്തമായ ഒരു വിദ്യയാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പാണ് എല്ലാ ദിവസവും ഒരു മെഡിറ്റേഷൻ. ഇനി നാലാമത്തേത്, അമിതമായ ആഗ്രഹം ഒഴിവാക്കുക. ചില കാര്യങ്ങൾ നമുക്ക് അമിതമായി വേണമെന്ന് തോന്നുമ്പോൾ അത് നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുന്നുണ്ടോ? ഒരു കാര്യത്തെ അമിതമായി ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അത്യാവശ്യപ്പെട്ട് അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനോട് പറയുന്നത് എനിക്കിത് ഇപ്പോഴില്ല, എനിക്കിത് കിട്ടണമെന്നാണ്. ആ വൈകാരിക അവസ്ഥ നമ്മുടെ പ്രധാന ഊർജമായി അല്ലെങ്കിൽ നമ്മുടെ വൈബായി മാറുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിരാശ, ക്ഷമയില്ലായ്മ, ഒരു കാര്യത്തിലുള്ള അമിതമായ ഭ്രമം, ഇവയെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എൻ്റെ കയ്യിൽ ഇതില്ല, ഇതിൻ്റെ കുറവുണ്ട് എന്നൊരവസ്ഥയാണല്ലേ. മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ വാക്കുകളോടല്ല പ്രതികരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ വൈകാരിക അവസ്ഥയോടാണ്, നിങ്ങളുടെ ഉള്ളിലെ അനുഭവത്തോടാണ്. നിങ്ങൾ ആഗ്രഹത്തോടുള്ള ആ അമിതമായ അടുപ്പം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് അതിനെ തടഞ്ഞു നിർത്തുന്ന പ്രതിരോധത്തെയാണ് നിങ്ങൾ ഒഴിവാക്കുന്നത്. വിട്ടുകൊടുക്കുക എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രക്രിയയിൽ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അദൃശ്യമായ തലത്തിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതാണിത്. നിങ്ങളുടെ ജോലി അതിനോട് ഊർജപരമായി യോജിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യത്തിൽ അമിതമായി ശ്രദ്ധ ചെലുത്തുമ്പോൾ പിരിമുറുക്കമുണ്ടാകുന്നു. എന്നാൽ ആഗ്രഹങ്ങളെ വെറുതെ വിടുന്നത് ഒരു ഒഴുക്കുണ്ടാക്കുന്നു. കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ സംഭവിക്കുന്നു. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളൊരു വിത്ത് നടുകയാണ്. അത് വളരുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങളത് കുഴിച്ചു നോക്കുന്നില്ലല്ലോ. അതിൽ കൃത്യമായി വെള്ളം ഒഴിക്കുന്നു, ആവശ്യത്തിന് സൂര്യപ്രകാശം നൽകുന്നു, എന്നിട്ട് പ്രകൃതിയിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളോടും അതുപോലെ ചെയ്യുക. അതിനെ സ്വതന്ത്രമാക്കുക. അത് പൂർണ്ണ രൂപത്തിൽ നിങ്ങളിലേക്ക് തിരികെ എത്തും. കൈവിട്ടാൽ കിട്ടുമെന്ന് പറയുന്നത് പോലെയാണിത്. അപ്പോൾ നാലാമത്തേതായിരുന്നു അമിതമായ ആഗ്രഹം ഒഴിവാക്കുക. അതായത് പിടിവാശി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങളിൽ നിന്നും അകറ്റും.
ഇനി 5-ാമത്തേതാണ് നന്ദിയുള്ളവരായിരിക്കുക. നന്ദി പറയുന്നത് വെറും ഒരു നല്ല ശീലം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളൊരു മാനിഫെസ്റ്റേഷൻ ആക്സിലറേറ്ററാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സത്യസന്ധമായി നന്ദിയുള്ളവരായിരിക്കുമ്പോൾ, എനിക്കിതുണ്ട്, ഞാൻ ഇതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നൊരു അവസ്ഥയുമായി നിങ്ങൾ യോജിക്കുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്ക ആളുകളും വേണമെന്ന ഊർജത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതായത് എനിക്കിത് വേണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ ആഗ്രഹങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ. നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ കൃതജ്ഞത നിങ്ങളെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. നിങ്ങളിപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയും, ഓ, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം വേണോ, ദാ ഇതുകൂടി എടുത്തോളൂ എന്ന്. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. വെറും എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം എന്ന് പൊതുവായി പറയാതെ വിശദമായിട്ട് എഴുതുക. ഉദാഹരണമാണ് കേട്ടോ ഇത്. ഇന്ന് രാവിലെ ഞാൻ സമാധാനപരമായി കുടിച്ച കാപ്പിക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ആ ചൂട് കാപ്പിയുടെ ഗന്ധം എന്നെ ഉന്മേഷവാനാക്കി. അല്ലെങ്കിൽ ജനലിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. അതെൻ്റെ മുറിക്ക് നല്ല വെളിച്ചം നൽകി എന്ന് പറയാം. എത്രത്തോളം വ്യക്തമായി, എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ശക്തമായിട്ട് അത് പ്രവർത്തിക്കും. മനസ്സിലായോ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിനെ എന്താണ് ഇല്ലാത്തത് എന്നതിലുള്ള ശ്രദ്ധയെ ഇല്ലാതാക്കുന്നു. പകരം അത് നിങ്ങളുടെ ശ്രദ്ധയെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ എന്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വികസിക്കുന്നു. പ്രപഞ്ചം കൃതജ്ഞതയോട് ഒരു ട്യൂണിംഗ് ഫോർക്ക് പോലെ പ്രവർത്തിക്കുന്നു. അതായത് നിങ്ങൾ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ തിരികെ നൽകുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഈ മാന്ത്രിക വിദ്യ പരമാവധി ഉപയോഗിക്കൂ. ഇനി 6-ാമത്തേത്, തയ്യാറാവാനായി കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ തുടങ്ങുക. ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഴിവുകഴിവ് എന്താണെന്ന് അറിയാവോ? ഞാൻ തയ്യാറാകുമ്പോൾ തുടങ്ങാം, എനിക്ക് കുറച്ചുകൂടി പണം ഉണ്ടാകട്ടെ, അപ്പോൾ തുടങ്ങാം, എനിക്കിപ്പോൾ അത്ര ആത്മവിശ്വാസമില്ല, കൂടുതൽ ആത്മീയ ജ്ഞാനം ലഭിക്കട്ടെ, എന്നിട്ട് തുടങ്ങാം. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും 100% തയ്യാറാവില്ല. അത് സാരമില്ല. ഒരു വലിയ യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രം ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ യാത്ര നടക്കില്ലല്ലോ, അല്ലേ? ഈ മാനിഫെസ്റ്റേഷൻ പ്രതികരിക്കുന്നത് പൂർണ്ണതയോടല്ല, മറിച്ച് പ്രവർത്തനത്തോടാണ്. കൂടുതൽ പണം, കൂടുതൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ കൂടുതൽ ആത്മീയ ജ്ഞാനം എന്നിവ ലഭിക്കാൻ കാത്തിരിക്കുന്നത് നമ്മുടെ ഈഗോ കളിക്കുന്നൊരു തന്ത്രമാണ് കേട്ടോ. നമ്മളെ സുരക്ഷിതമായി നിർത്താനും അതേ അവസ്ഥയിൽ തന്നെ കുടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു കളിയാണത്. പ്രപഞ്ചം പ്രതികരിക്കുന്നത് തീരുമാനത്തോടാണ്. നിങ്ങൾ എനിക്ക് ഉറപ്പില്ലെങ്കിലും ഞാനിപ്പോൾ ഇത് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു മാനസികാവസ്ഥയിലുള്ള മാറ്റം ഒരു വലിയ സിഗ്നൽ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യം പുനർക്രമീകരിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നതല്ല ഇവിടെ പ്രധാനം. നിങ്ങൾ ഇതിനകം തന്നെ കഴിവുള്ളവരാണ്, അത് മനസ്സിലാക്കുക. ജീവിതത്തോട് അതെ എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറുന്നതിനാണിത്. നിങ്ങളിപ്പോൾ എവിടെയാണോ, നിങ്ങളുടെ പക്കൽ എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങുക. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസം സ്വയം വളരും. നിങ്ങളിത് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇപ്പോൾ തന്നെ തുടങ്ങാം. അപ്പോൾ 6-ാമത്തേതായിരുന്നു തയ്യാറാവാനായി കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇനി 7-ാമത്തേതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാവട്ടെ. മാനിഫെസ്റ്റേഷൻ്റെ ആദ്യഘട്ടങ്ങളിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരു ചെടിയുടെ തൈ പോലെയാണ്. അതായത് നമ്മൾ വിത്ത് നട്ട് മുളച്ച് വരുന്ന ചെടി പോലെ. അത് വളരെ ലോലവും വേര് പിടിച്ച് തുടങ്ങിയിട്ടുമില്ല. ഈ അവസ്ഥയിൽ തെറ്റായ ഊർജം, ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടുള്ള അഭിപ്രായം പോലും അതിൻ്റെ വളർച്ചയെ നമുക്ക് ചിലപ്പോൾ തടസ്സപ്പെടുത്താം. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യം ഒന്നും പറയാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക.
ഇതൊരു ഭയം കൊണ്ടുള്ള രഹസ്യമല്ല, മറിച്ച് സംരക്ഷണം നൽകുന്ന രഹസ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിശ്വസിക്കാത്തവരുമായി പങ്കുവെക്കുമ്പോൾ അവരുടെ സംശയങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കളകൾ നട്ടുപിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു വയലിൽ കളകൾ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ നെല്ല് നശിക്കുന്നത് പോലെയാണിത്. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി ഉറച്ചിട്ടില്ലെങ്കിൽ ഒരു സാധാരണ പരിഹാസം പോലും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. അയ്യേ, ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ നീ എന്തിനാ വെറുതെ സ്വപ്നം കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം കടന്നുകൂടും. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, മറിച്ച് ബോധപൂർവമായി ഇരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഫലങ്ങൾ സംസാരിക്കട്ടെ. മാനിഫെസ്റ്റേഷൻ ഒരു വ്യക്തിപരമായ യാത്രയാണ്. അതിന് സാധുവാകാൻ കയ്യടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരമോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകുമ്പോൾ, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിക്കാം. പക്ഷെ അത് വളരുമ്പോൾ നിശബ്ദമായി അതിനെ പോറ്റി വളർത്തുക. ഒരു പൂവ് വിരിയാൻ വേണ്ടി നമ്മൾ അത് പതുക്കെ പരിപാലിക്കുന്നത് പോലെ. എന്നിട്ടത് എത്ര വേഗത്തിൽ പൂക്കുന്നു എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അപ്പോൾ 7ാമത്തേത് നിങ്ങളുടെ സ്വപ്നങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുക എന്നതായിരുന്നു. ഇനി 8ാമത്തേത് ചെറുതായി തുടങ്ങുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മാനിഫെസ്റ്റേഷന് പുതിയ ആളാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം വളർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ചെറുതായി തുടങ്ങുക എന്നതാണ്. കാരണം വിശ്വാസം ഒരു പേശി പോലെയാണ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പേശികൾക്ക് ബലം കൂടുന്നത് പോലെ പരിശീലനത്തിലൂടെ അത് കൂടുതൽ ശക്തമാകും. ഒറ്റയടിക്ക് നമ്മൾ ഒരു വീടോ അല്ലെങ്കിൽ 1,00,000 രൂപയോ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അമിതമായ ആന്തരിക പ്രതിരോധം സൃഷ്ടിക്കാം. അയ്യോ, ഇത് നടക്കുമോ എന്നൊരു സംശയം ഉള്ളിൽ വരും. പക്ഷേ ഒരു സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു ചായ, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കിട്ടുന്ന ഒരു ചെറിയ അഭിനന്ദനം, അല്ലെങ്കിൽ കുറച്ചു കാലമായി കേൾക്കാത്ത ഒരാളിൽ നിന്നുള്ളൊരു മെസ്സേജ്, ഇവയെല്ലാം എത്ര നിസ്സാരമായി തോന്നുന്നു അല്ലേ? ഈ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനൊരു തെളിവ് നൽകുന്നു. ആ വിശ്വാസം പതിയെ പതിയെ വളർന്ന് വലിയ ലക്ഷ്യങ്ങളെയും സാധ്യമാക്കുന്നു. ഈ ഘട്ടം മിക്ക ആളുകളും ഒഴിവാക്കുന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടുന്നു. എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്നവർ പറയും. പക്ഷേ ചെറിയ വിജയങ്ങൾ വലിയൊരു ഊർജം, അതായത് ഒരു മൊമെൻ്റം ഉണ്ടാക്കുന്നു. ഈ മൊമെൻ്റം വലിയൊരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പുതിയൊരു ഭാഷ പഠിക്കുന്നത് പോലെയാണിത്. നിങ്ങൾ ഷേക്സ്പിയറിനെ വായിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങില്ലല്ലോ. നമ്മൾ ആദ്യം അക്ഷരങ്ങൾ പഠിക്കുന്നു, പിന്നെ വാക്കുകൾ പഠിക്കുന്നു, എന്നിട്ട് ചെറിയ ചെറിയ വാചകങ്ങൾ, അല്ലേ? ഈ മാനിഫെസ്റ്റേഷനും അതുപോലെ തന്നെയാണ്. ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം വികസിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ വലിപ്പം പതിയെ പതിയെ വർദ്ധിപ്പിക്കുക. അപ്പോൾ 8ാമത്തേത് ചെറുതായി തുടങ്ങുക എന്നതായിരുന്നു. ഇനി 9ാമത്തേത് മറ്റുള്ളവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. ഇതൊരു പക്ഷേ മാനിഫെസ്റ്റേഷൻ ടിപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം നൽകുന്ന ഒന്നായിരിക്കും. പക്ഷേ ഇത് വളരെ ശക്തമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക എന്നത്. എൻ്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെയാണ് ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി സമൃദ്ധി, രോഗശാന്തി അല്ലെങ്കിൽ വിജയം എന്നിവയെക്കുറിച്ച് ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അതേ പാത, അതേ ഒരു എനർജി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കും സജ്ജമാക്കുകയാണ്. ആ കാര്യങ്ങൾ സാധാരണവും സ്വാഭാവികവും സാധ്യവുമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തിനെയാണോ സാധാരണമായി കാണുന്നത് അതിനെ നിങ്ങൾ ആകർഷിക്കും, ഒരു കാന്തം പോലെ. മാത്രമല്ല, ഇത് നമ്മുടെ അഹംഭാവത്തെയും ഇല്ലാതാക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അമിതമായ ആഗ്രഹം, സമ്മർദ്ദം അല്ലെങ്കിൽ അത്യാവശ്യം എന്നിവ കുറയുന്നു. വെറും ശുദ്ധമായ ഉദ്ദേശം മാത്രം അവശേഷിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ കാര്യം. അപ്പോൾ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ചൂടെ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു നല്ല ജോലി കിട്ടുന്നത് സങ്കല്പിക്കുക. അവരുടെ കുടുംബം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത് മനസ്സിൽ കാണുക. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് ലഭിക്കുന്നത് ദൃശ്യവൽക്കരിക്കുക. ഇത് പോസിറ്റീവ് ഊർജത്തിൻ്റെ ഒരു വലിയ തരംഗം സൃഷ്ടിക്കും. പലപ്പോഴും ആ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, എനിക്കിന്ന് ഒരു അത്ഭുതം സംഭവിച്ചു എന്ന്. നിങ്ങൾ നൽകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ഇരട്ടിയായി തിരികെ നൽകും. ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്.
ഇനി 10ാമത്തേതാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറാം. അത് പരാജയമല്ല, പുരോഗതിയാണ്. അവസാനമായി, പക്ഷേ ഒട്ടും പ്രാധാന്യം കുറയാത്തൊരു കാര്യമാണിത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറിയേക്കാം. അത് പരാജയമല്ല, മറിച്ച് വളർച്ചയാണ്, നിങ്ങളുടെ പരിണാമമാണ്. നിങ്ങൾ വളരാൻ ഉദ്ദേശിച്ചവരാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ നിങ്ങൾ ആയിത്തീരുന്ന വ്യക്തിക്ക് ചേരുന്നതായിരിക്കില്ല. നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടാകാം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം ആലോചിക്കാൻ സമയം കണ്ടെത്തുക. സ്വയം പതിവായി ചോദിക്കുക, എനിക്കിപ്പോഴും ഇത് വേണോ? അതോ വിജയത്തെക്കുറിച്ചുള്ള പഴയ ഒരു ആശയത്തിൽ ഞാൻ കുടുങ്ങിയിരിക്കുകയാണോ? സത്യസന്ധരായിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ കാര്യം കാലഹരണപ്പെട്ട ഒരു സ്വപ്നത്തെ ഉപേക്ഷിച്ച് കൂടുതൽ യഥാർത്ഥമായ ഒന്നിന് വഴിയൊരുക്കുക എന്നതാണ്. ഒരു പഴയ വസ്ത്രം വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്നത് പോലെ. ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിലായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. അതും സാരമില്ല, പ്രപഞ്ചം അങ്ങനെയാണ്. നിങ്ങളുടെ യഥാർത്ഥ ഊർജത്തോട് യോജിക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ വെറും ഒരു ഭാവനയ്ക്കല്ല. അതുകൊണ്ട് വഴക്കമുള്ളവരായിരിക്കുക. ഒരു നദി ഒഴുകുന്നത് പോലെ നദിക്കൊരു വഴി അടഞ്ഞാൽ അത് പുതിയൊരു വഴി കണ്ടെത്തി മുന്നോട്ട് പോകുമല്ലേ? അതുപോലെ നമ്മളും. നിങ്ങളുടെ പാത കൃത്യമായ രീതിയിൽ വികസിക്കുമെന്ന് വിശ്വസിക്കുക. ഒരു ചെറിയ വഴിത്തിരിവുണ്ടായാൽ പോലും. മാനിഫെസ്റ്റേഷൻ ഒരു ജീവനുള്ള ശ്വാസം എടുക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് മാറ്റത്തെ ഭയപ്പെടരുത്. മാറ്റമെന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ വളരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ 10 ടിപ്പുകളാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറഞ്ഞത്. അത് ഞാൻ ഒന്നും കൂടി പറയാം. 1ാമത്തേത്, പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. 2ാമത്തേത്, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. 3ാമത്തേത്, നിങ്ങളുടെ ഓരോ നിമിഷവും ധ്യാനമാക്കി മാറ്റുക. 4ാമത്തേത്, അമിതമായ ആഗ്രഹം ഒഴിവാക്കുക. 5ാമത്തേത്, നന്ദിയുള്ളവരായിരിക്കുക. 6ാമത്തേത്, തയ്യാറാവാനായി കാത്തിരിക്കരുത്. 7ാമത്തേത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുക. 8ാമത്തേത്, ചെറുതായി തുടങ്ങുക. 9ാമത്തേത്, മറ്റുള്ളവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. 10ാമത്തേത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറാം. അത് പരാജയമല്ല, പുരോഗതിയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ കാഴ്ചപ്പാടിൽ മാനിഫെസ്റ്റേഷൻ എന്നത് ഭാഗ്യത്തിൻ്റെ കളിയല്ല, ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള കാര്യമല്ല. ഇത് യോജിപ്പുകളുടെ ഒരു പ്രക്രിയയാണ്. ഈ 10 ടിപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും ശാന്തമായ പ്രതീക്ഷയോടും കൂടി കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ടൂളുകളാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ. താങ്ക്